ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മുടി കളർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. റെഡ് കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത് തന്നെയാണ് റെഡ് കളറ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഞാനിവിടെ സ്ട്രീക്സിൻ്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചത്. ഡെവലപ്പറും പിന്നെ റെഡ് കളറാണ് വാങ്ങിച്ചത്. ഇനി ഇത് 1:1 മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ രണ്ടും ഇപ്പോൾ ക്രീമും ഡെവലപ്പറും ഒരുപോലെ എടുത്ത് മിക്സ് ചെയ്യാണ് വേണ്ടത്. ക്രീമിന് 160 രൂപയും പിന്നെ ഡെവലപ്പറിന് 110 രൂപയുമാണ് ഇതിന് ചിലവായിട്ടുള്ളത്. പിന്നെ ആവശ്യമായിട്ട് വന്നത് ഫോയിൽ പേപ്പറാണ്. ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മുടി മുകളിലാണ് കളർ ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് 3 പാർട്ടായിട്ടാണ് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 പാർട്ടായിട്ട് മുടി തിരിച്ചിട്ട് അതിനകത്ത് 3 പാർട്ട് മാത്രം ഇടവിട്ടിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഫോയിൽ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കളർ ചെയ്ത് തുടങ്ങാം. മുടിയിൽ മാത്രമേ കളർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. തലയൊട്ടിയിൽ കളർ ചെയ്യാൻ പാടില്ല, മുടിയിൽ മാത്രം. മേൽഭാഗം 3 പാർട്ടായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി മുടിയുടെ താഴ്ഭാഗത്താണ്, എൻഡ് പാർട്ടിലാണ് കളർ ചെയ്യുന്നത്. ഇതുപോലെ മുടി മുഴുവനായിട്ട് കളർ ചെയ്യുന്നില്ല, ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടേ കളർ ചെയ്യുന്നുള്ളൂ.
മുടിയുടെ എൻഡ് ഭാഗം ഇതുപോലെ 4 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. മുടി കളർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കണ്ടീഷണർ ഉപയോഗിച്ചു. ഇതിപ്പോൾ മുടി കഴുകിയിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കളർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഇനി മുടി നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് മുടി നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മുടിയിൽ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്, സലാമത്ത്.